ഹലോ സിനിമാ പ്രേമികളെ! ഏറ്റവും പുതിയ സിനിമാ റിവ്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സിനിമാ റിവ്യൂ സുമതി വളവിനെ കുറിച്ചാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു VIP സിനി ലോക്. മാളികപ്പുറം എന്ന ഹിറ്റ് സിനിമയുടെ സൃഷ്ടാക്കളായ അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി സിനിമയാണ് സുമതി വളവ്. ഗോകുലം ഗോപാലനും വാട്ടർമാൻ മുരളി കുന്നംപുറത്തുമാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. 1993 ഈ സിനിമയുടെ കഥാപശ്ചാത്തലം. പക്ഷേ സിനിമയിൽ ആ വർഷം പറയുകയോ കലണ്ടർ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ കാലത്ത് ഇറങ്ങിയ സിനിമകളെ പറ്റി പറഞ്ഞും ആ കാലത്തെ പാട്ട് ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്തും അന്നത്തെ സിനിമാ ഡയലോഗ്സ് പറഞ്ഞുമാണ് ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അർജുൻ അശോകനാണ് ഈ സിനിമയിലെ നായകൻ. കഥയ്ക്ക് വേണ്ട വിധത്തിൽ അർജുൻ അശോകൻ അത്യാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാലു വർഗീസ്, സിദ്ധാർത്ഥ് ഭരതൻ, സൈജു കുറുപ്പ് അങ്ങനെയുള്ളവരൊക്കെ അവരവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഗോകുൽ സുരേഷിന്റെ പ്രകടനമാണ്. കറക്റ്റ് ആ പഴയ സുരേഷ് ഗോപിയുടെ ലുക്കും സംഭാഷണങ്ങളും. കുറച്ചേ ഉള്ളെങ്കിലും ഗോകുൽ സുരേഷ് നന്നായി പടത്തിൽ ചെയ്തു. അർജുൻ അശോകനെക്കാട്ടിയും ഒരു പിടി മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ റൈറ്ററായ അഭിലാഷ് പിള്ള ഇതിലൊരു റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദു, ശ്രീജിത്ത് രവി, ശ്രാവൺ മുകേഷ്, ബോബി കുര്യൻ, ശിവദ, ഗോപിക അനിൽ, മാളവിക മനോജ്, പിന്നെ മാളികപ്പുറത്തിലെ ബാലതാരങ്ങളായ ദേവനന്ദ, ശ്രീപദ്യാൻ അങ്ങനെ കുറേ പേര് ഈ സിനിമയിലുണ്ട്. രഞ്ജിൻ രാജിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിരുന്നു. എസ്പെഷ്യലി ഹോണ്ടിങ് സീൻസ് ഒക്കെ കാണിക്കുന്ന സമയത്തെ സ്കോർ. പിന്നെ സിനിമയിലെ നൈറ്റ് സീക്വൻസ് സീനുകൾ, കാട്ടിലുള്ള കുറച്ച് സീനുകളൊക്കെ കൊള്ളായിരുന്നു. ശങ്കർ പി വി ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയുടെ പോസിറ്റീവ്സ്. ഇനി നെഗറ്റീവ്സ് പറയാം. ഒരു ഹൊറർ കോമഡിയായി വന്ന സുമതി വളവ് ഹൊറർ എലമെന്റിനോടും കോമഡി എലമെന്റിനോടും വേണ്ടത്ര നീതി പുലർത്തിയോ എന്ന് സംശയമുണ്ട്. പലപ്പോഴും ഹൊറർ കോമഡിയായും കോമഡി ഹൊററായും എനിക്ക് ഫീൽ ചെയ്തു. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ഹൊറർ സീൻസ് ഒന്നും അത്ര പേടിപ്പെടുത്തിയില്ല. വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണ് സെക്കൻഡ് ഹാഫിനേക്കാൾ നന്നായത്. പിന്നെ ഒരു കല്ലുകടിയായി തോന്നിയത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ പാട്ടൊന്നും അത്രയ്ക്ക് നന്നായില്ല. മാത്രമല്ല ഇത്രയും പാട്ടുകൾ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള അതിന്റെ പ്ലേസ്മെന്റ് ആസ്വാദനത്തെ ബാധിച്ചു. അടുത്തതായി ഇതിലെ ക്യാരക്ടേഴ്സ് ആണ്. കുറേ ആൾക്കാരുണ്ട് ഇതിൽ. ഇത്രയ്ക്ക് ക്യാരക്ടേഴ്സ് ആവശ്യമായിരുന്നു എന്ന് തോന്നിപ്പോകും. മെയിൻ ക്യാരക്ടേഴ്സ് അല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ വേറെയും കുറേ ആൾക്കാരുണ്ട് ഇതിൽ. ഇനി നമ്മുടെ റിവ്യൂവിലെ പ്രധാന ഘടകമായ VIP ഫാക്ടർ. ഇന്റർവെല്ലിന് മുമ്പ് ഒരു ലോങ് നൈറ്റ് സീക്വൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടും ക്യാമറ വർക്ക് കൊണ്ടും മേക്കിംഗ് കൊണ്ടും ആ സീൻസ് അത്യാവശ്യം മികച്ചു നിന്നു. സുമതി വളവിലെ ഈ ഒരു ഭാഗമാണ് അതിന്റെ VIP എലമെന്റ് അല്ലെങ്കിൽ VIP ഫാക്ടർ. ബാക്കിയുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചൊക്കെ ഹൊറർ മോഡ് കൊണ്ടുവരാൻ അവർക്ക് പറ്റി. പക്ഷെ കുറച്ച് പേരെയൊക്കെ ആ സീൻസ് ഒന്ന് അലോസരപ്പെടുത്തും. എന്താണ് ആ സീൻസ് എന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് സുമതി വളവിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. കാരണം സിനിമ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ചിലർക്ക് പേടി തോന്നാത്ത സീൻസ് മറ്റുള്ളവർക്ക് പേടി തോന്നും. ചിലർക്ക് വർക്കൗട്ട് ആവാത്ത കോമഡി വേറെ ചിലർക്ക് വർക്കൗട്ട് ആവും. സുമതി വളവ് എന്തായാലും നിരാശപ്പെടുത്തില്ല. ഈ വീഡിയോയെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റിവ്യൂ വീഡിയോയുമായി വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.